വയനാട്ടിൽ വാഹനാപകടത്തിൽ മരിച്ച ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ശേഷം ആണ്ടൂരിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, ശ്രുതി ചികിത്സയിലുള്ള ആശുപത്രിയിലേക്കും കൊണ്ടുപോകും മൃതദേഹം എന്നാണ് അറിയുന്നത്. ഇപ്പോൾ എവിടെയാണ് ഭൗതിക ശരീരമുള്ളത്? ഇപ്പോൾ ജെൻസന്റെ ഭൗതിക ശരീരം ഈ ശ്രുതിയെ കാണിക്കുവാൻ വേണ്ടി കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഹാളിലേക്ക്, അതായത് ആണ്ടൂരിലെ ഈ ഹാളിലേക്ക് ആ മൃതദേഹം അല്പസമയത്തിനകം എത്തിക്കും. ഇവിടെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ ജെൻസിനെ ഒന്ന് നേരിട്ട് കാണുവാൻ, അവസാനമായി ഒന്ന് ജെൻസിനെ കാണുവാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നാട്ടുകാരൊക്കെ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് ജെൻസൺ തൊട്ടപ്പുറത്ത് തന്നെയാണ് ജെൻസന്റെ വീട്ടിലേക്ക് ആ മൃതദേഹം എത്തിക്കും. തുടർന്ന് വീട്ടിൽ നിന്നും പിന്നീട് അവിടെയുള്ള പ്രാർത്ഥനകളും വീട്ടുകാരെയൊക്കെ ഈ മൃതദേഹം കാണിച്ചതിന് ശേഷം, അവർ കണ്ടതിന് ശേഷം പിന്നീട് ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നീട് ആ പള്ളിയിലാണ്, തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലാണ് ഈ ജെൻസിനെ അടക്കം ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിവൈകാരികമായ രംഗങ്ങളാണ് കൽപ്പറ്റയിലടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ശ്രുതിയെ കാണിക്കുവാൻ, അതായത് തൻ്റെ പ്രാണനെ കാണുവാൻ വേണ്ടി ശ്രുതി കാത്തിരിക്കുകയാണ്. പക്ഷേ നേരത്തെ കണ്ടതുപോലെയല്ല, ചേതനയറ്റ ശരീരവുമായിട്ടാണ് ഇപ്പോൾ ജെൻസൺ അങ്ങോട്ട് പോകുന്നത്. തനിക്ക് ജീവനില്ല. ശ്രുതി പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയൊരു ജെൻസനെയല്ല, പെട്ടെന്ന് സുഖം പ്രാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ കാണുമ്പോൾ തന്നെ ഓടി കെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന ജെൻസിനെ ആയിരിക്കാം ആ ശ്രുതി പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഇതിനു മുൻപ് കണ്ട വീഡിയോകളിലെല്ലാം കണ്ടാൽ അറിയാം, ചേർത്ത് പിടിച്ചുകൊണ്ട്, അതേ ജെൻസൺ ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഒരിടത്തു പോലും അവർ വേർപെട്ട് നിൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കില്ല. എപ്പോഴും ജെൻസന്റെ കൈ ഈ ശ്രുതിയുടെ കരങ്ങളിലുണ്ടാകും. അത്തരത്തിൽ അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഈ വയനാട് ഒന്നാകെ പ്രാർത്ഥിച്ചിരുന്നു. ജെൻസൺ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം വയനാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായി എന്ന് വേണം നമുക്ക് പറയുവാൻ. അത്തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും ഫലിച്ചില്ല. പിന്നീട് 8:50 രാത്രി 8:50 ജെൻസന്റെ ഈ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊണ്ടുവന്നപ്പോൾ തന്നെ, അതായത് സ്വകാര്യ ആശുപത്രിയിലേക്ക്, വയനാട്ടിലെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ജെൻസൺ അപകടകരമായിരുന്നു. ജെൻസന്റെ അവസ്ഥ അത്തരത്തിൽ ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ടായ ചാൻസ് വളരെ കുറവാണ്. എങ്കിലും തങ്ങൾ ഈ കാര്യങ്ങൾ പരമാവധി തങ്ങൾക്ക് കഴിയുന്നത് പോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ളതടക്കം ഡോക്ടർമാർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇതുവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ജെൻസന്റെ അയൽവക്കക്കാരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ അടുത്തുള്ളതാണോ? അടുത്തുള്ളതാണോ? അല്ലല്ല, ഞങ്ങൾ മലപ്പുറം ഉള്ളതാണ്. ഇവിടെ അറിഞ്ഞു വന്നതാണല്ലേ? അറിഞ്ഞു വന്നത്. ഇവിടെ എന്തിന് മലപ്പുറത്ത് ഇവിടെ എന്തായിരുന്നു വന്നത്? വയനാട്ടിലെ ഏട്ടൻ്റെ മോനാണ്. ഇത്തരത്തിൽ ദൂരെയുള്ള ബന്ധുക്കളടക്കം ഈ ഒരു പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയൽവക്കക്കാരടക്കമുള്ളവരുണ്ട്, ബന്ധുക്കാരുണ്ട്. അവരടക്കം മലപ്പുറത്ത് നിന്ന് വന്ന ആളാണ്. ഒരു ബന്ധുവിനോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഒരു പ്രതികരണം എടുക്കുക എന്ന് പറയുന്നത് ഇവിടെ നിന്നും വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെയെല്ലാം കാണുവാൻ സാധിക്കുക. ഏവരും വലിയ ദുഃഖത്തിലാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രുതി എപ്പോഴും ജെൻസൺ ചേർത്ത് വെച്ചിട്ടുള്ള, തൻ്റെ കൂടെ ചേർത്ത ഒരാളാണ് ശ്രുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ പ്രാണസഖിയാണ്. ആ പ്രാണസഖിയെ കാണുവാൻ ജെൻസൺ ഇന്ന് വന്നിരിക്കുന്നത് ചേതനയേറ്റ ശരീരവുമായിട്ടാണ്. അല്ലെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, ആ തോളത്ത് കൈയിട്ട് നടക്കുന്ന ജെൻസനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. നാട്ടുകാരെല്ലാം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴെല്ലാം നാട്ടുകാർ പറഞ്ഞതും അത്തരത്തിലാണ്. അവരെ ഒന്നിച്ച് ആ രീതിയിലല്ലാതെ കാണുവാൻ സാധിക്കില്ല. അത്രയും സ്നേഹത്തോടെ നടത്തുന്ന ആളുകളാണ്. ആ ഒരു ജെൻസനാണ് ഇപ്പോൾ
ഈ ഒരു ചേതനേറ്റ ശരീരം ആയി ഇപ്പോൾ ശ്രുതിയുടെ മുൻപിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. ജെൻസൺ ഓടിച്ചിരുന്ന വാൻ, ആ വാനിൽ ജെൻസനും ശ്രുതിയും കൂടാതെ 9 പേരുണ്ടായിരുന്നു. ഇവരടക്കം 9 പേരുണ്ടായിരുന്നു. ആ 9 പേർ ഈ വാനിൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് ജെൻസന് ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ വയനാട്ടിലെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്താ തന്നെയും അല്പസമയത്തിനകം തന്നെ ജെൻസന്റെ മൃതദേഹം ഈ ഒരു പ്രദർശന ഹാളിലേക്ക് എത്തിക്കും. ശരി അർജുൻ.